പല പ്രധാന തീരുമാനങ്ങളിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കുന്ന കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ എതിരെ എ.ഐ. ഗ്രൂപ്പുകൾ സംയുക്തമായി ഇന്ന് യോഗം ചേർന്നു. പ്രതിരോധമൊരുക്കാൻ യോഗം ചേർന്നത് മന്ത്രി കെ.സി. ജോസഫിന്റെ വീട്ടിൽ. വൈകുന്നേരമായപ്പോൾ ടി.എൻ. പ്രതാപന്റെ കത്ത് കെപിസിസി തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുന്നിൽ. 3 വർഷത്തിൽ കൂടുതൽ മത്സരരംഗത്തുള്ളവർ മത്സരരംഗത്ത് നിന്ന് മാറണം, താനും തയ്യാർ. എ.ഐ. ഗ്രൂപ്പുകൾ യോഗം ചേരുമ്പോൾ സുധീരൻ ടി.എൻ. പ്രതാപനെ മുന്നിൽ നിർത്തി പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ ഇന്ന് 3 വർഷം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നവർ മാറണമെന്ന് ടി.എൻ. പ്രതാപന്റെ കത്ത് കെപിസിസി തെരഞ്ഞെടുപ്പ് സമിതിക്ക്. ടി.എൻ. പ്രതാപൻ വി.എം. സുധീരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് കോൺഗ്രസിലെങ്കിൽ ടി.എൻ. പ്രതാപനെ മുൻനിർത്തി വി.എം. സുധീരൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്ത്? ഏറ്റവും വൈകി ഈ വിഷയം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നാടകമായി അരങ്ങേറുമ്പോൾ രാവിലെ മന്ത്രി കെ.സി. ജോസഫിന്റെ വീട്ടിൽ വി.എം. സുധീരനെതിരെ പടപ്പുറപ്പാടുമായി എ.ഐ. ഗ്രൂപ്പുകളുടെ രഹസ്യയോഗം. ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ അതിഥികളായി ഭാസുരേന്ദ്ര ബാബു, കെപിസിസി മീഡിയ സെൽ അംഗം അഡ്വക്കേറ്റ് ബി.ആർ.എം. ഷഫീർ, രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ, ഒപ്പം കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ വേണു മോഹനും. കെ.സി. ജോസഫിന്റെ വീട്ടിൽ എ.ഐ. ഗ്രൂപ്പുകൾ പരസ്യമായി യോഗം ചേർന്നത് എന്തിന്? രാവിലെ. വൈകിട്ട് വി.എം. സുധീരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ടി.എൻ. പ്രതാപന്റെ കത്ത് കെപിസിസി തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുന്നിൽ. 3 വർഷം മത്സരിച്ചവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കണം, താനും തയ്യാർ. ടി.എൻ. പ്രതാപന്റേത് ധീരമായ നിലപാടെന്ന് വി.എം. സുധീരൻ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കോൺഗ്രസിൽ ചർച്ചകളായി നിലനിൽക്കുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം പരിശോധിക്കുന്നു. ഭാസുരേന്ദ്ര ബാബു, അഡ്വക്കേറ്റ് ബി.ആർ.എം. ഷഫീർ, ഫക്രുദ്ദീൻ, ഡോക്ടർ വേണുമോഹൻ എന്നിവർ അതിഥികളായി. ആദ്യം അഡ്വക്കേറ്റ് ബി.ആർ.എം. ഷഫീറിലേക്ക്. ഷഫീർ, വിവരാവകാശ നിയമം വിജിലൻസിന്റെ ടോപ്പ് സീക്രട്ട് വിഭാഗത്തെ വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ആദ്യ ചർച്ചയിൽ പീപ്പിളിന്റെ എക്സ്ക്ലൂസീവ് വാർത്ത താങ്കളും അതിഥിയായിരുന്നു. താങ്കളും അതിഥിയായിരുന്നു. കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ പറഞ്ഞു, ഏറ്റവും തെറ്റായ തീരുമാനം മുഖ്യമന്ത്രിയോട് തിരുത്താൻ ആവശ്യപ്പെട്ടു. മറ്റ് കണക്കുകൾ പറയണമോ? ഞാൻ കെപിസിസി പ്രസിഡന്റ് പരസ്യ നിലപാടെടുത്തത്. കരുണ എസ്റ്റേറ്റ് കാര്യത്തിൽ എന്താണ് കെപിസിസി പ്രസിഡന്റിന്റെ നിലപാട്? മെത്രാൻ കായൽ വിഷയത്തിൽ എന്താണ് നിലപാട്? സോളാർ സരിത അടക്കമുള്ള വിഷയങ്ങളിൽ എന്തായിരുന്നു പരസ്യ നിലപാട് വി.എം. സുധീരൻ്റേത്? അങ്ങനെ ഒരു നിലപാട് വി.എം. സുധീരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രബലരായ നേതാക്കൾ. ആരുടെ ഭാഗത്താണ് ശരി? സുധീരന്റെ ഭാഗത്തോ ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തല അടക്കമുള്ള സുധീരൻ ഞാൻ പറഞ്ഞ നിലപാടുകളിൽ എതിർപ്പറിയിച്ച ആ നേതാക്കളുടെ ഭാഗത്തോ? ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത. എനിക്ക് തെരഞ്ഞെടുപ്പിന്റെ വിശാല അർത്ഥത്തിലൊന്നും പോവേണ്ട കാര്യമില്ല. തെറ്റാര് ശരിയാര് ഒരു നിലപാട് താങ്കൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ ഒരു ഗവൺമെന്റ്, ഒരു ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് വിവാദങ്ങളിൽ പെടാൻ പാടില്ല, വിവാദപരമായ ഉത്തരവുകൾ ഇറക്കാൻ പാടില്ല, ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്ന ഉത്തരവുണ്ടാക്കാൻ പാടില്ല. ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും നടപടികൾ കൊണ്ട് ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ബഹുമാനായ കെപിസിസി പ്രസിഡന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ജനങ്ങളുടെ മേൽ സംശയം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വിവരാവകാശ നിയമം സംബന്ധിച്ചായാലും കരുണ എസ്റ്റേറ്റ് വിഷയത്തിലായാലും മെത്രാൻ കായൽ വിഷയത്തിലായാലും ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിലെ ഹോപ്പ് പ്ലാന്റേഷൻ കൈയടക്കിയ മിച്ചഭൂമി അടക്കമുള്ള വിഷയങ്ങളിൽ ഈ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ ആ സർക്കാരിന് നായകത്വം നൽകുന്ന ഉമ്മൻചാണ്ടി മിനിസ്ട്രിയിലെ മുഴുവൻ എ.ഐ. ഗ്രൂപ്പുകൾ, അതാണല്ലോ നിലവിലെ സംവിധാനം, തെറ്റാണ് എന്നല്ല എന്നുള്ളതല്ല. ഒരു ഉത്തരം വേണം, ശരിയോ തെറ്റോ. താങ്കൾക്ക് ആ നിലപാടുണ്ടോ? നിയമപരമായി സർക്കാരിന് നിയമപരമായ ചില പരിമിതികളും ചില അവകാശങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ഫേസ് ചെയ്യുന്നത് പാർട്ടിയാണ്, ചിഹ്നം കൊടുക്കുന്നത് പാർട്ടിയാണ്, മത്സരിപ്പിക്കുന്നത് പാർട്ടിയാണ്, പ്രചരണം നടത്തുന്നത് പാർട്ടിയാണ്, ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളതും ജനങ്ങളോട് ഈ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഉത്തരവാദിത്വവും പാർട്ടിയാണ്. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ ഗവൺമെന്റിന്റെ ചില നയങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണല്ലോ. ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ആദ്യവും അവസാനവും പ്രതികരിച്ച നേതാവ് ശ്രീ വി.എം. സുധീരൻ. വ്യക്തമാണ്. താങ്കൾക്ക് ഇത്രയേ പറയാൻ കഴിയൂ അഡ്വക്കേറ്റ് ബി.ആർ.എം. ഷഫീർ. ഡോക്ടർ വേണുമോഹൻ, ബി.ആർ.എം. ഷഫീർ പറയുന്നു, കെപിസിസി പ്രസിഡന്റ്, ഞാൻ ആവർത്തിക്കുന്നില്ല ഓരോ കാര്യങ്ങളും, നമ്മൾ വളരെയേറെ ചർച്ച ചെയ്തതാണ്, വി.എം. സുധീരന്റെ നിലപാടുകൾ അബ്സല്യൂട്ട്ലി റൈറ്റ്. അതിനർത്ഥം മറ്റ് കാര്യങ്ങളിൽ അബ്സല്യൂട്ട്ലി റോങ്. എവിടെ നിൽക്കുന്നു കോൺഗ്രസ് ഈ ഘട്ടത്തിൽ?
നമ്മൾ വ്യക്തിപരമായി പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി റൈറ്റും അബ്സല്യൂട്ട്ലി റോങ്ങും എന്ന് പറയുന്നൊരു ഇമ്പോസിബിൾ കോൺസെപ്റ്റാണ്. അത് ഒന്നിലും ലോകത്ത് മനുഷ്യനായ എല്ലാ ദൗർബല്യങ്ങളോടും കൂടിയ മനുഷ്യരിൽ എല്ലാം അബ്സല്യൂട്ടായിട്ട് ശരിയെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും കേരളത്തിലെ സമാനമായ സംഭവങ്ങൾ എടുക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നമ്മൾ പോകുമ്പം ചില ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആവശ്യമില്ലാതെ ചില തിടുക്കങ്ങൾ കാട്ടുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിന് നേതൃത്വം നൽകുന്നവരും പാർട്ടി നേതാക്കന്മാരാണ്. അവരൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുൾമുനയിൽ നിൽക്കുന്ന ഒരു അവസരത്തിൽ ചില അനഷ്ടങ്ങളായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരായി KPCC പ്രസിഡന്റ് അദ്ദേഹം പാർട്ടിയുടെ നിലപാട് അറിയിച്ചതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. യെസ്, ഭാസുരേന്ദ്ര ബാബു, VM സുധീരൻ വിഷയം അവിടെയാണ്. VM സുധീരനെതിരെ ഇന്ന് ഒരു രഹസ്യ യോഗം ചേരുക മന്ത്രി KC ജോസഫിന്റെ വീട്ടിൽ. പങ്കെടുത്തവർ, താങ്കൾക്ക് ആ ലിസ്റ്റ് കിട്ടിക്കാണുമെന്നാണ് എൻ്റെ വിശ്വാസം, ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് സംബന്ധിച്ച്. MM ഹസൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബെന്നി ബെഹനാൻ, സുധാകരൻ, യെസ്, ആ പേരുകൾ നിൽക്കുമ്പോൾ ജോസഫ് വാഴക്കൻ, KC ജോസഫ് അടക്കം കോൺഗ്രസിന്റെ VD സതീശൻ, ജോസഫ് വാഴക്കൻ ഇത്യാദി പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും KC ജോസഫിന്റെ വീട്ടിൽ രഹസ്യയോഗം ചേരുന്നു. BRM ഷഫീറും ഡോക്ടർ വേണുമോഹനും പറയുന്നു, ആശയക്കുഴപ്പം ഈ സർക്കാർ, അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങൾക്ക് മുന്നിൽ വച്ചു. അങ്ങനെയാണെങ്കിൽ ആ രഹസ്യ യോഗത്തിന് ഒരു അജണ്ട ഉണ്ടായിരിക്കണം. ആ അജണ്ട താങ്കൾ എങ്ങനെ കാണും? അല്ല, അത് AI ഗ്രൂപ്പുകളുടെ ഏകോപനമാണ്. രണ്ട് ഗ്രൂപ്പുകൾ ഏകോപിച്ച് സുധീരനെതിരെ ഒരു കുരിശ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയനത്തിനുള്ള അവകാശാധികാരങ്ങൾ നിലനിർത്തുന്നിടത്തേക്കാണ് ഇത് എത്തുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഒരു വശത്ത് സുധീരൻ, മറുവശത്ത് പഴയ AI ഗ്രൂപ്പുകളുടെ സംയുക്തം. ഇങ്ങനെയാണല്ലോ ഇവിടെ ബാലൻസ് ഓഫ് ഫോഴ്സസ് വന്നിരിക്കുന്നത്. നാം പരിശോധിക്കേണ്ടത് കോൺഗ്രസിൻ്റെ സമുന്നതരായ ആൾക്കാരിനകത്ത് BRM ഷഫീറും അതുപോലെ വേണുമോഹനും ഒക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ. ആലോചിക്കേണ്ടത് ലളിതമാണ്. ഇതിനകത്ത് ആരുടെ നിലപാടാണ് ശരി? അത് കരുണ എസ്റ്റേറ്റിൻ്റെ കാര്യമാണെങ്കിലും മെത്രാൻ കായൽ, കടമക്കുടി, പിന്നെ വിവരാവകാശ പ്രശ്നം, ഇതിനകത്തൊക്കെ ഒരേപോലെ തന്നെ വൈക്കം വിശ്വൻ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ 812 ഉത്തരവുകൾ, ആസന്നമായി പുറപ്പെടുവിച്ച 812 ഉത്തരവുകൾ റദ്ദാക്കും അധികാരത്തിൽ വന്നാൽ. അങ്ങനെ റദ്ദാക്കേണ്ട ഉത്തരവുകൾ മാത്രം പ്രകാശിപ്പിക്കുന്ന ഉമ്മൻചാണ്ടിയെ അംഗീകരിക്കാൻ കഴിയുമോ ഇല്ലയോ? പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ചീഫ് മിനിസ്റ്റർഷിപ്പ് അങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പൊളിക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. അവസാന ഘട്ടത്തിലെ ഒരു നിലവിട്ട കളിയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം സരിതാ ഇഷ്യൂ വളർന്നു നിൽക്കുകയും സോളാർ കേസ് വരികയൊക്കെ ചെയ്യുന്നപ്പം ഈ MLA-മാരും നേതാക്കന്മാരും വന്ന് AI ഗ്രൂപ്പിൻ്റെ പരിഗണനയില്ലാതെ കൂടുകയും ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ ഭംഗത്തെ മുൻനിർത്തി പുനഃസംഘടന ആവശ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ അത് അന്തസ്സുള്ളൊരു നടപടിയാകുമായിരുന്നേ. കോൺഗ്രസിനെ സംശുദ്ധീകരണത്തിലേക്ക് നയിക്കാമായിരുന്നു ഷഫീർ. ഇപ്പോഴെന്താ, നാണംകെട്ട അവസ്ഥയിൽ തോൽക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ വീണ്ടും ഈ ഉമ്മൻചാണ്ടിയെ തന്നെ ചുമക്കുക എന്ന ദുർവിധിയുണ്ടല്ലോ. ആ ദുർവിധി പേറിയവർ, അച്ചാരം വാങ്ങിയവർക്കിനും മിണ്ടാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഷഫീറും ഡോക്ടർ വേണുമോഹനും സംസാരിക്കരുതെന്നാണ്. എന്നല്ല, അച്ചാരം വാങ്ങിയവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവർ പറഞ്ഞത്, പക്ഷെ അവർ കണ്ണിങ്ങാണ്. ഇപ്പൊ ഷഫീർ ആയാലും വേണുമോഹനായാലും പറഞ്ഞത് എന്താണ്? പറഞ്ഞു വെച്ചത് VM സുധീരൻ ശരി എന്നാണ്. അങ്ങനെയാണെങ്കിൽ വലിയ ശരി പറയരുതായിരുന്നു കൂടെ പറയുന്നത്. അല്ലെ, VM സുധീരനും ശരിയാണ്, ഉമ്മൻചാണ്ടിയും ശരിയാണ്. അതെങ്ങനെ ശരിയാവും? നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇടയില് അതെങ്ങനെ? ഞാൻ എണ്ണി ചോദിക്കാണ്. ഭാസുരേന്ദ്ര ബാബു പറഞ്ഞത് കരുണ എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ സർക്കാർ തെറ്റ് ചെയ്തു. ഫക്രുദ്ദീൻ, ഭാസുരേന്ദ്ര ബാബു, അങ്ങനെയല്ലേ VM സുധീരൻ പറഞ്ഞത്? യെസ്. മെത്രാൻ കായൽ വിഷയത്തിൽ എന്താണ് VM സുധീരൻ ഉയർത്തി? അതെങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ഒരു തെറ്റും ശരിയും ഒരു വിഷയത്തിനുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതേ, കേരളത്തിലെ നമ്മൾ ഉദ്യോഗസ്ഥ വിഭാഗം എന്ന് പറഞ്ഞ ഭൂരിപക്ഷവും പ്രതിപക്ഷത്തോട് കൂറ് കാണിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പിൽ വന്നപ്പോൾ അത് എല്ലാ തവണയും സംഭവിക്കാറുണ്ട്. ഇത് 87-ലും 96-ലും 2006-ലും സംഭവിച്ചിട്ടുണ്ട്. ബ്യൂറോക്രസിയാണോ കേരളം? ഇതിപ്പോ അതല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു തിരക്കിൽ നിൽക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥ മേധാവികൾ ഭരണത്തിന്റെ ആ ഒരു ദൗർബല്യം മുതലെടുത്തുകൊണ്ട് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അടൂർ പ്രകാശിനെതിരെ
കൃത്യമായ പ്രസ്താവനയുമായി VM സുധീരൻ രംഗത്ത് വന്നിരുന്നു. ബ്യൂറോക്രാറ്റിക് മൊണോപ്പൊളിയാണ് കേരളത്തിൽ നടക്കുന്നതെങ്കിൽ ഈ KPCC പ്രസിഡന്റ് മണ്ടനാണോ ഡോക്ടർ വേണുമോഹൻ? കേരളത്തിലെ ഇപ്പം മന്ത്രിസഭ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു ഭരണ തുടർച്ച വന്നിരിക്കുന്നു. അപ്പുറത്ത് അടിയൊക്കെ എവിടെ തുടങ്ങിയെന്നുള്ളത് ചാനലുകൾ നോക്കിയാൽ അറിയാം. KPSC ലളിത വരെ മത്സര രംഗത്തോടുപോയി. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള വിഷയം അങ്ങനെയാണെങ്കിൽ ആ ഭരണ തുടർച്ച ആഗ്രഹിക്കാത്തത് VM സുധീരൻ. അങ്ങനല്ല, VM സുധീരന്റെ റേറ്റ് മാറുകയാണ്. AK ആന്റണിക്ക് ശേഷം കേരളത്തിൽ ഭരണ തുടർച്ച കൊണ്ടുവന്ന KPCC പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ ഷെഫീനെ കാണുന്നത് രാഷ്ട്രീയക്കാരനായിട്ടും ശ്രീ വേണുമോഹനെ കാണുന്നത് അക്കാദമിക്സ്, ഞങ്ങളൊക്കെ ഒരേ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ, ചരിത്രം ഒക്കെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ്. പക്ഷെ അദ്ദേഹം ഇപ്പൊ സംസാരിക്കുന്ന പക്ക രാഷ്ട്രീയക്കാരൻ. ഇതും KPSC എഴുതിയാൽ തമ്മിൽ എന്ത് ബന്ധം? അത് നമുക്ക് ചരിത്രം KPSCയുടെ ചരിത്രം സംസാരിക്കാം. അതുകൂടി ഇവിടെ സംഭവം ഇദ്ദേഹത്തിന് ഒന്നാമത് ആർഗ്യുമെന്റ് തന്നെ ബാലിഷമാണ്. കാരണം വെച്ചാൽ ഉദ്യോഗസ്ഥന് മഹാഭൂരിപക്ഷം ഇവിടെ ഇടതുപക്ഷം എന്ന് പറയുന്നു. ഞാനത് രണ്ട് കാര്യങ്ങൾ വെച്ച് കണ്ടിക്കാം. ഒരുപക്ഷെ നമ്മളെ പാർട്ടിന് മെമ്പർഷിപ്പോ സംഘടന മെമ്പർഷിപ്പോ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവന്മാർ മഹാഭൂരിപക്ഷം കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഇവർ വലിയൊരു പങ്ക്, അത് പല ഇലക്ഷനും നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ഇലക്ഷന് പോസ്റ്റൽ വോട്ട് ഇടുമ്പോൾ LDF കൂടുതലാണെങ്കിൽ അടുത്ത UDF ആയി. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ഇടയ്ക്ക് കയറില്ല. എന്നിട്ട് അങ്ങനെ സംഭവിക്കും എന്ന് വെച്ചാൽ ഇതൊക്കെ ആപേക്ഷികമാണ് എന്നാണ് അർത്ഥം. രണ്ട്, LDF ഭരിക്കുമ്പോൾ ഉദ്യോഗസ്ഥരാണല്ലോ. ഈ ഉദ്യോഗസ്ഥരെല്ലാം സുധാകരനൊക്കെ നിരക്ക് നിർത്തിയിട്ടുണ്ട്. ഈ ഭരഭൂഷൺ ഉണ്ടല്ലോ, ഭരഭൂഷണ പാർട്ടി ഭൂമി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട ഭരഭൂഷൺ മൂപ്പരൊക്കെ ഓടിച്ചാ ഡൽഹിയിലേക്ക്. അങ്ങനെ നിർത്താൻ ഇടതുപക്ഷത്തിന് പറ്റും, അത് ഇവർക്ക് പറ്റില്ല. ഇനി ഈ ഗവൺമെന്റിനെ പറ്റിച്ചുകൊണ്ടാണ്, എന്നാൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പറ്റിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇതെങ്കിലും ചെയ്തതെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ സുധീരന്റെ പ്രസ്താവനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ, സുധീരൻ മനസ്സ് കണ്ടത് മാനത്ത് കണ്ടുകൊണ്ടാണ് ഈ പറഞ്ഞ AI ഗ്രൂപ്പുകൾ യോജിക്കാൻ പോയത്. കാരണം സുധീരൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ എൻ്റെ സുഹൃത്ത് പിന്നെ ഷെഫീർ ഉൾപ്പെടെയുള്ള ആളുകളെ ചിലപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ മാനത്ത് കണ്ട് ഇവരൊന്നിച്ചപ്പം സുധീരൻ എന്ത് ചെയ്തു? നമ്മളെ പ്രധാനം അങ്ങോട്ടാക്കി. അദ്ദേഹം മാനത്തല്ല ആകാശത്ത് അപ്പം കണ്ടത്. അതാണല്ലോ സുധീരൻ. ഇവിടെ സുധീരൻ ആന്റണിയുടെ ഗുണമെന്ന് വെച്ചാൽ രണ്ടുപേരും ഇവിടെ വെറുതെ ഇരിക്കും, പക്ഷെ കളി കൃത്യമായി കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരെ വെട്ടി അതിൻ്റെ ഒരു അങ്കലാപ്പ് ഈ രണ്ട് ഗ്രൂപ്പിനുണ്ട്. ഈ രണ്ട് ഗ്രൂപ്പ് ഒന്നാകുമ്പോൾ സുധീരൻ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ സത്യത്തിൽ ആരാണ് രണ്ട് ഗോൾ മുന്നിട്ടെടുക്കുന്നത്? സുധീരൻ. 1-1 ഗോളല്ലേ നമ്മൾ പിന്നെ പ്രധാനം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏത് പോസ്റ്റിലേക്ക് സ്വപ്നമാണ്. ഡോക്ടർ വേണുമോഹൻ വലിയൊരു സെൽഫ് ഗോളിലേക്കാണ് താങ്കൾ പോകുന്നത്. ഇന്ന് KC ജോസഫിന്റെ വീട്ടിൽ കൂടിയത് അത് ശരിയോ? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും ഈ ആഭ്യന്തരമന്ത്രിയും KPCC പ്രസിഡന്റും ഒഴിച്ചുള്ള നേതാക്കന്മാര് മറ്റുള്ള മണ്ഡലങ്ങളിൽ, കാരണം സിറ്റിംഗ് MLA-മാരല്ലാതുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി മത്സരിച്ച് തോറ്റ ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഞാനത് പറഞ്ഞു തരാം. അത് ശരിയോ തെറ്റോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഭാസുരേന്ദ്ര ബാബു അദ്ദേഹത്തിലേക്ക് പോയിട്ട് അവർക്കാണ് ഏറ്റവും അവസരം കൊടുക്കേണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പേര്, ബെന്നി ബെഹനാൻ, തമ്പാനൂർ രവി, VD സതീശൻ, MM ഹസൻ, ജോസഫ് വാഴക്കൻ. ഇതിൽ ചിലപ്പോൾ താങ്കൾ VD സതീശനിലേക്ക് പിടിച്ചേക്കും. ഞാൻ TN പ്രതാപനെ അല്ല പറഞ്ഞത്, VD സതീശൻ. അതൊന്ന് ഓർക്കണം. അത് ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് ഈ എന്റെ ചോദ്യം, ഈ യോഗം ശരിയോ തെറ്റോ ഇന്നത്തെ അവസ്ഥ? അല്ല, ഇന്ന് യോഗം കൂടിയത് സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അനേക യോഗങ്ങൾ കൂടാൻ ഇരിക്കുകയാണ്. അത് എല്ലാ പാർട്ടിയിലും. KPCC അനൗദ്യോഗിക യോഗമാണോ? പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് പോകാൻ പറ്റുന്നില്ല. അവർ UDF-ലെ സീറ്റ് അധികാരത്തിൽ പോകാൻ കഴിയില്ലേ? ഇല്ല, പോകാൻ പറ്റില്ല. അങ്ങനെയാണ്. നേതാക്കളാണ്. അവിടെയാണ് നമുക്ക് സംശയം. ഇപ്പം കോഴിക്കോട് നമ്മളെ കൊയിലാണ്ടി സീറ്റ്, ഈ കൊയിലാണ്ടി സീറ്റ് ഇവർക്ക് സംശയം കിട്ടാവുന്ന സീറ്റാണ്. കാരണം കഴിഞ്ഞ തവണ അനിൽകുമാർ നിർത്തിയാണ് കിട്ടാത്തത്. ഈ അനിൽകുമാർ ഇപ്പൊ ആരുടെ കൂടെയാണ്? സുധീറിന്റെ കൂടെ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ അനിൽകുമാറിനെല്ലാം കൂടി കൂട്ടി നിങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ചേട്ടൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ ആ മനസ്സിലായില്ലായ്മ നിൽക്കുമ്പോൾ എന്റെ ചോദ്യം ഭാസുരേന്ദ്ര ബാബു ഇരുവരോടാണ്. ഷഫീർ, ഞാൻ ഡോക്ടർ വേണുമോഹനോട് ചോദിച്ചു, KC ജോസഫിന്റെ വീട്ടിൽ ഞാൻ പേരുകൾ പറഞ്ഞു. ഗ്രൂപ്പ് യോഗമല്ല താങ്കളുടെ നിലപാട്. ഗ്രൂപ്പ് യോഗമല്ല, സുധീറിനെതിരെയുള്ള 2 ഗ്രൂപ്പ് നേതാക്കന്മാരുടെ യോഗം. അത് റിപ്പോർട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഷഫീർ, ശരിയോ തെറ്റോ? അല്ല, ഇന്ന് വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് ഈ ചർച്ചയിലേക്ക് വരുമ്പോ പേരുകൾ വരെ ശരിയോ തെറ്റോ? രാവിലെ KC ജോസഫിന്റെ വീട്ടിൽ ചേർന്ന യോഗം ശരിയോ തെറ്റോ? അല്ല, അത് ഞാൻ പറഞ്ഞു തരാം. അതിനകത്ത് ഇപ്പൊ KC ജോസഫിന്റെ വീട്ടിൽ കൂടിയ നേതാക്കന്മാർ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ തന്നെ. അവർ ഈ കൂടിയ ആളുകൾ മാത്രം വിചാരിച്ചാൽ സീറ്റ് നിർണയം നടത്താൻ കഴിയുമെന്ന് പ്രദീപ് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ വ്യക്തമായി ഭാസുരേന്ദ്ര ബാബു, ഈ കൂടിയ ആൾക്കാർ വിചാരിച്ചാൽ ഈ പാർട്ടിയിൽ ഒന്നും ചെയ്യാൻ അങ്ങനെയല്ല. ഞാൻ രണ്ടുപേരും പ്രതാപന്റെ കത്തും
യെസ്, വ്യക്തമാണെങ്കിൽ ജിതിൻ ചന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക് ഇന്ന് രാവിലെ എന്ത് സംഭവിച്ചു? യെസ്, ആ റിപ്പോർട്ട് എന്താണ് ഇന്ന് നടന്ന രാഷ്ട്രീയ നാടകം KC ജോസഫിന്റെ വീട്ടിലേക്ക്, ആ റിപ്പോർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഭാസുരേന്ദ്ര ബാബു ഇദ്ദേഹം പറഞ്ഞത്, BRM ഷഫീർ പറഞ്ഞത്, അതായത് പ്രദീപിന് തോന്നുന്നുണ്ടോ ഈ പേരുകളും ഈ നേതാക്കളും യോഗം ചേർന്നാൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഫൈനലാകുമെന്നും ഇവർ പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നും എന്ന ഷഫീറിന്റെ ചോദ്യത്തിന് രാഷ്ട്രീയ മാനങ്ങളുണ്ടോ? അല്ല, അതിനകത്ത് വളരെ കൃത്യമായും ഇപ്പോൾ കോൺഗ്രസിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളുടെ നേതാക്കൾ തന്നെയാണ് ചേർന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് അവരുടെ എത്ര പ്രാതിനിധ്യം ഉറപ്പിക്കാമെന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ ശ്രീ ഷഫീറിനോട് ചോദ്യം ചോദിക്കുന്നത്. ഫെബ്രുവരി 25-ാം തീയതിയിലെ ക്യാബിനറ്റ് യോഗം കൂടിയല്ലോ. ആ ക്യാബിനറ്റ് യോഗത്തിൽ എല്ലാ നിയമങ്ങളും വിട്ട് ധാരാളം ഉത്തരവുകൾ പാസ്സാക്കി. അങ്ങനെ ഉത്തരവുകൾ പാസ്സാക്കാൻ ധാർമ്മികമായ അവകാശം ഉമ്മൻചാണ്ടിക്ക് ഈ അവസാന ഘട്ടത്തിലുണ്ടോ? വേണുമോഹൻ, ഒരു ഗവൺമെൻറ് മാറി മറ്റൊരു ഗവൺമെൻറ് വരുന്ന ഇടക്കാലത്ത് ഇപ്പോൾ സുധീരനെ പോലെ ആൾ നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ, സുധീരൻ അത് പറഞ്ഞു, ബാർക്കോഴ കേസിനകത്തും സരിത പ്രശ്നത്തിനകത്തൊക്കെ ഇമേജ് നഷ്ടപ്പെട്ടു നിൽക്കുന്ന കോൺഗ്രസിനെ തന്റെ ജനരക്ഷാ യാത്രയാണ് രക്ഷപ്പെടുത്തിയത്. അന്നേ നമ്മൾ പറയുന്നുണ്ട് കോൺഗ്രസ് രക്ഷായാത്രയാണ്. ഇപ്പൊ സുധീരൻ സമ്മതിച്ചു കോൺഗ്രസ് രക്ഷായാത്രയാണെന്ന്. ഈ ജനരക്ഷാ യാത്ര സത്യത്തിൽ രക്ഷപ്പെടുത്തിയ ആരാ? സരിതയാണ്. ഇതിൽ ആളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇവിടെ ഭാസുരേന്ദ്ര ബാബു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രസക്തമാണ്. കരുണ എസ്റ്റേറ്റ്, ഈ കാര്യങ്ങളിലടക്കം എന്റെ നിലപാടുകൾ, എന്റെ യാത്ര, ഇതാണ് പാർട്ടിയെ രക്ഷിച്ചത്. അങ്ങനെ വരുമ്പം ഇങ്ങനെ ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ സ്ഥാപിത താല്പര്യമുണ്ടെന്ന് ആലോചിക്കാൻ വേണുമോഹൻ അത്ര വലിയ ബുദ്ധി വല്ലതും വേണോ? അത് എടുക്കാതിരിക്കാൻ കോൺഗ്രസിന് പറയാമായിരുന്നില്ലേ? VM സുധീരനെ പോലെ പ്രസിഡന്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഏത് നിലവാരത്തിൽ മുഖം രക്ഷിക്കുമായിരുന്നേനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ്? ഡോക്ടർ വേണുമോഹൻ, ഒരു പൊളിറ്റീഷ്യൻ അപ്പുറത്തേക്ക് താങ്കൾ അധ്യാപകനാണ്, നിരീക്ഷകനാണ്, ആ തരത്തിലാണ് കോൺഗ്രസ് നിരീക്ഷകൻ എന്ന് കണ്ടാൽ ഭാസുരേന്ദ്ര ബാബുവിന്റെ ഒരു ചോദ്യം, കോൺഗ്രസിനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മറുപടി ഉണ്ടോ? ഈ ഗവൺമെന്റിന്റെ ഭൂരിപക്ഷ നയങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു. ഇപ്പൊ അവസാന സമയത്തുണ്ടായ ചില കാര്യങ്ങൾ പോലും ഈ ചാനലുകളിലൂടെ വന്ന് വിവാദങ്ങളാക്കുന്നതാണ് കൂടുതലും. പക്ഷെ അവിടെ ചെറിയ ചെറിയ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനാണ് ഹൈക്കമാൻഡ് ഒരു KPCC പ്രസിഡന്റിനെ അവിടെ വെച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും അങ്ങനെയുള്ള KPCC പ്രസിഡന്റുമാർ അങ്ങനെ ശബ്ദിച്ചിട്ടുണ്ട്. ഇതൊക്കെ തമ്മിൽ വലിയ ഇന്നർ പൊളിറ്റിക്സ് ഒന്നുമല്ല. കോൺഗ്രസിനകത്ത് വലിയ ഗ്രൂപ്പിസം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ മറ്റ് പാർട്ടികൾക്കകത്തുള്ള തമ്മിലടികളും ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ കോൺഗ്രസിൽ ഇതൊന്നുമില്ല. പിന്നെ ഈ യോഗങ്ങളൊക്കെ കൂടുന്നത്, ഗ്രൂപ്പ് യോഗങ്ങളൊക്കെ കൂടുന്നതെന്ന് പറഞ്ഞത് എങ്ങനെയും അടുത്ത ഭരണം പിടിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. ആ തന്ത്രങ്ങൾ AI ഗ്രൂപ്പുകൾ ചേർന്ന് മെനയുമ്പോൾ ഒറ്റ കാര്യം, കുളിപ്പിച്ച് ഇല്ല. പക്ഷേ ഷഫീർ ഇത് പറയുകയാണ്, എന്തോന്നറിയാമോ, ഇതൊന്നുമല്ല നടക്കുന്നത്, എന്റെ നേതാവ് പറയുന്നതാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ജിതിൻ ചന്ദ്രൻ ഇന്ന് KC ജോസഫിന്റെ വീട്ടിൽ ചില കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. എന്താണ് KC ജോസഫിന്റെ വീട്ടിൽ, മന്ത്രി KC ജോസഫിന്റെ വീട്ടിൽ നടന്നത്? ഡോക്ടർ വേണുമോഹൻ പറയുന്നു, ഗ്രൂപ്പ് യോഗമല്ല, അധികാരം തുടർച്ചയ്ക്കുണ്ടാകുന്ന യോഗം. അങ്ങനെയാണെങ്കിൽ KPCC പ്രതിനിധികൾ ഇല്ലാതെ മന്ത്രി KC ജോസഫിന്റെ വീട്ടിലാണോ യോഗം ചേരേണ്ടത്? എന്തിനാണ് ഇന്ദിരാഭവൻ ഇത്രയും പ്രസക്തമായ ഒരു ഘട്ടത്തിൽ KPCC ആസ്ഥാനമെന്ന് കോൺഗ്രസുകാർ അടക്കം, ഭാസുരേന്ദ്ര ബാബു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോൺഗ്രസുകാർക്ക് ഒരു പൊതുവേദി സൃഷ്ടിക്കാൻ K മുരളീധരനാണ് യാത്ര നടത്തി ഇന്ദിരാഭവൻ ഉണ്ടാക്കിയത്, അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇന്ദിരാഭവനിൽ എന്തുകൊണ്ട് ഈ ചർച്ച നടന്നില്ല? മന്ത്രി KC ജോസഫ് ആരാണ്? ആ KC ജോസഫിന്റെ വീട്ടിലേക്ക് നേതാക്കൾ എന്തിന് രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി? ജിതിൻ ചന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. KPCC അധ്യക്ഷൻ VM സുധീരനെതിരെ ഒരുമിച്ച് നീങ്ങാനുള്ള ധാരണയനുസരിച്ചാണ് AI ഗ്രൂപ്പ് നേതാക്കൾ തലസ്ഥാനത്ത് സംയുക്ത രഹസ്യയോഗം ചേർന്നത്. മന്ത്രി KC ജോസഫിന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ KC ജോസഫിന് പുറമെ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, MM ഹസൻ, തമ്പാനൂർ രവി, ബെന്നി ബെഹനാൻ, K സുധാകരൻ, VD സതീശൻ, ജോസഫ് വാഴക്കൻ എന്നിവരാണ് പങ്കെടുത്തത്. പരസ്പരമുള്ള തർക്കങ്ങൾ ഒഴിവാക്കി സുധീരനെതിരെ ഒരുമിച്ച് നീങ്ങാൻ യോഗത്തിൽ ധാരണയായി. സുധീരൻ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളിൽ വിജയസാധ്യതയുള്ളവരുണ്ടെങ്കിൽ മാത്രം അംഗീകരിക്കാനും സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള സുധീരന്റെ ശ്രമത്തെ എതിർക്കാനും യോഗം തീരുമാനിച്ചു. ഗ്രൂപ്പുകൾ തമ്മിൽ സീറ്റുകൾ വെച്ചുമാറുന്നതും ചർച്ചയായി. കായംകുളം ഉടുമ്പൻചോല സീറ്റുകളും വൈപ്പിൻ പെരുമ്പാവൂർ സീറ്റുകളും തമ്മിൽ വെച്ചുമാറാനാണ് ധാരണയായത്. കരുണ എസ്റ്റേറ്റ്, മെത്രാൻകായൽ തുടങ്ങിയ വിവാദ വിഷയങ്ങളിൽ VM സുധീരനെതിരെ പരസ്യപ്രതികരണം നടത്തി സുധീരനെ ആളാക്കേണ്ട എന്നാണ് ഗ്രൂപ്പുകളുടെ തീരുമാനം. അതേസമയം വിവരാവകാശ നിയമം അട്ടിമറിക്കാനുള്ള വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള തന്റെ കത്ത് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച് VM സുധീരൻ രംഗത്തെത്തി. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അയച്ച കത്താണിത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഷഫീർ, ദൃശ്യങ്ങളാണ്, ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, ദൃശ്യങ്ങളാണ് ജിതിൻ ചന്ദ്രന്റെ റിപ്പോർട്ടിന് അടിസ്ഥാനം. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ KPC പ്രസിഡന്റിനെ തീരുമാനിക്കാൻ വേണ്ടി ഒരു ചർച്ച ഇടക്കാലത്തുണ്ടായിരുന്നു. VM വരുന്നതിന് മുമ്പ് 2 ഗ്രൂപ്പിൻ്റെയും പ്രമുഖരായ നേതാക്കന്മാർ ചേർന്നൊരു പ്രപ്പോസൽ കൊടുത്തു. ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ സംവിധാനം ഇവിടുത്തെ ഏതെങ്കിലും ഗ്രൂപ്പ് നേതാക്കന്മാർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അത് പറയാൻ കാര്യം, ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം എന്താ? ലക്ഷക്കണക്കിന് ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തി ഏറ്റവും അവസാനം ബഹുമാനായ നമ്മുടെ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ആചാര്യ സ്ഥാനത്തുള്ള ശ്രീ AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ കൂടി അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആരെ വെച്ചു? ശ്രീ VM KPC പ്രസിഡന്റായി വന്നു. എന്തെങ്കിലും ഗ്രൂപ്പുണ്ടോ? ഗ്രൂപ്പിന്റെ പക്ഷപാതം പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സംയുക്ത നീക്കത്തിന്റെ ഒരു വിജയമാണോ? അല്ലല്ലോ. അല്ല. DCCകൾ പുനഃസംഘടിപ്പിച്ചു. ഈ പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ട് പ്രതിമേ. Aയും Iയും ഗ്രൂപ്പ് തന്നെയാണ്. സുധീരൻ സാറിന് പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നുമില്ല. Aയും Iയുടെയും ഗ്രൂപ്പുകൾ തുടങ്ങിയത് എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ്. ഗ്രൂപ്പുകാർ പറഞ്ഞത് ഗ്രൂപ്പില്ലാത്ത സുധീരൻ പക്ഷേ ഞാനിപ്പോ പറയാം, ഗ്രൂപ്പിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ അക്കൗണ്ട് നിൽക്കുന്നതിന്റെ പേരിൽ കഴിവുള്ള ഒരാളും ഒഴിവാക്കപ്പെടില്ല. പക്ഷേ ഗ്രൂപ്പ് ഇല്ല എന്നതിന്റെ പേരിൽ കഴിവുള്ള ഒരാളും ഒഴിവാക്കപ്പെടത്തില്ല. ഇത് പറയാൻ കാര്യം, ബഹുമാനായ ശ്രീ AK ആന്റണി സാർ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ 3 പേരും കൂടി ഒരുമിച്ച് നയിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയമാണ് പ്രധാനം. ഞാൻ ഇപ്പോഴും പറയാം, നമ്മുടെ അരുണാചൽ പ്രദേശും ഉത്തരാഖണ്ഡ് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ BJP MLA-മാരെ ഇവിടുത്തെ ചോദ്യം ഞാൻ ഷഫീർ പറഞ്ഞത് അതുവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഏതാ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന് എതിരെ എന്നുള്ളത് മാധ്യമ വാർത്തയായിരിക്കാം. പക്ഷേ KC ജോസഫിന്റെ വീട്ടിൽ യോഗം ചേർന്നു. അവിടെ ഷഫീർ പറഞ്ഞ ഞാൻ അംഗീകരിക്കുകയാണ്. എന്തുവാണ് ഈ യോഗങ്ങൾക്കൊന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ല. എന്നോട് ചോദിക്കുന്നു, എന്താണ് KPCC പ്രസിഡന്റ് നിശ്ചയിക്കാൻ നടന്ന യോഗങ്ങളിൽ റിസൾട്ട് എന്താണ്? വലിയ അർത്ഥങ്ങളുണ്ട്, വലിയ ഷഫീറിന്റെ ബഹുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ G കാർത്തികേയന്റെ മാനസ അല്ലെങ്കിൽ സന്തത സഹചാരി എനിക്ക് ഡോക്ടർ വേണുമോഹൻ അങ്ങനെ വിശേഷിപ്പിക്കാമോ? ഞാൻ അദ്ദേഹത്തോട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. ആ അറ്റാച്ച്മെന്റിലും G കാർത്തികേയനും അതോടൊപ്പം രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ളവർ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിരുന്നത് VM സുധീരനെ അല്ല. അത് ആരക്കാരും താങ്കൾക്ക് അറിയാമെങ്കിൽ എനിക്ക് താങ്കളിൽ നിന്നല്ല ഉത്തരം വേണ്ടത് വേണുമോഹൻ. താങ്കൾക്ക് സമയം ഞാൻ തരികയും ചെയ്തു. സുരേന്ദ്ര ബാബു, ഈ ചർച്ച നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ ഷഫീർ പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് ഒത്തിരി സൂചനകൾ തരുന്നുണ്ട്. ഷഫീർ വളരുന്ന ഒരു വലിയ നേതാവാണ്. അടുത്ത റീഷഫ്ലിംഗിൽ ഒരു വക്താവ് സ്ഥാനത്തേക്ക് പോകാൻ സുധീരൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നാം ഇപ്പോഴേ അത് കാണണം. കാരണം എന്തെന്നറിയോ? അദ്ദേഹം ചോദിച്ച 2 ചോദ്യങ്ങൾ. KC ജോസഫിന്റെ വീട്ടിൽ കൂടിയ യോഗത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്ന് പ്രദീപ് കണക്കാക്കുന്നുണ്ടോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എന്താണ്? ഒരു ഉദാഹരണം അദ്ദേഹം കോട്ട് ചെയ്യുന്നു. ഇവിടെ KPCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ എന്തൊക്കെ നാടകങ്ങൾ നടന്നു, അതിൽ എന്തെങ്കിലും നമ്മൾ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് എന്താണ് പ്രസക്തി ഇന്നത്തെ കോൺഗ്രസ്? അതിനകത്ത് ഇപ്പം ഷഫീർ പറയുന്നത് ശരിയാണ്. VM സുധീരൻ വരുന്നത് മുകളിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ടാണ്. ഈ 2 നേതാക്കളും ഒരുപക്ഷെ VM സുധീരന്റെ വരവിനെ സ്വീകരിച്ചവരല്ല, അണിയിച്ചവരുമല്ല, ഇഷ്ടപ്പെടാത്തവർ പോലുമാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് KC ജോസഫിൻ്റെ മണ്ഡലത്തിലെ അവസ്ഥ എന്താ പ്രദീപേ? KC ജോസഫ് ഞങ്ങളെ ഇനി അപ്പൂപ്പനും അമ്മച്ചിയും ഉമ്മുമ്മയും അമ്മയും അച്ഛനും ഒക്കെ വോട്ട് ചെയ്തു, ഇനി ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നൊരവസ്ഥ വന്നല്ലോ. അത് റോഡ് ഉപരോധമാണ് നടക്കുന്നത്. ആ നിലയ്ക്ക് വരുന്ന അവസ്ഥയിൽ KC ജോസഫ് തന്നെ വിളിച്ചു കൂട്ടണം. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇതിത്ര ലളിതം. അവിടെയാണ് കൃത്യമായും സുധീരൻ്റെ ഒരു തുറുപ്പ് ഇറങ്ങുന്നത്. പ്രതാപൻ പറയുന്നു 3 തവണ കഴിഞ്ഞവർ വേണ്ട എന്ന് പറയുമ്പോൾ KC ജോസഫിന് ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം സുധീരൻ്റെ മനസാക്ഷിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അതെന്തായാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സത്യത്തിൽ അവർ ആ നിലയ്ക്ക് ഒന്നിച്ചുകൂടി സമ്മർദ്ദതന്ത്രം പിന്നെ ചെലവാക്കാൻ. അതോടൊപ്പം എനിക്ക് അറിയേണ്ടത് ഷഫീർ പറയുന്നത്, അതായത് ഈ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഷഫീർ പറയുന്നത് അത് ഞാൻ ഇതിനോട് ചേർത്ത് വെക്കുന്നത്, അതായത് ഗ്രൂപ്പ് യോഗം ചേരുന്നു, പ്രബലരാണ് അവിടെ ചേർന്നവർ, ആരും നിസ്സാരക്കാരല്ല. 2 ഗ്രൂപ്പുകൾ ഒന്നിച്ച് ചേരുമ്പോൾ VM സുധീരന്റെ ഈ പ്രതിരോധം അത് ഏതൊക്കെ തരത്തിലാകട്ടെ, ഇതിൽ ഏത് ബലാബലത്തിനായിരിക്കും ക്വിക്ക് ആൻസർ ആണെങ്കിൽ വിജയിക്കാൻ സാധ്യത? ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കും. ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനിക്കുന്നത് പോലെയാണെങ്കിൽ, അല്ലെങ്കിൽ സുധീരൻ്റെ പ്രതികരണ ശേഷിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രഹരശേഷി സുധീറിന് കൂടിയിട്ടുണ്ട്. അതായത് ഹൈക്കമാൻഡിൻ്റെ പിന്തുണ
ഇപ്പോൾ സുധീരന് ആദ്യഘട്ടത്തെക്കാൾ കൂടിയിരിക്കുന്നു. ഫക്രുദ്ദീൻ, ഇതിന്റെ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പം ചില സീറ്റുകളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കണ്ണൂർ സീറ്റ് സതീശൻ ബച്ചന് കാര്യമായി നോക്കിക്കൊണ്ടിരിക്കുക. സതീശൻ ബച്ചൻ ഏതായാലും സുധീരന് സത്യ ഗ്രൂപ്പില്ല, സുധീരൻ ടീമാണ്. നമ്മളെ ഇദ്ദേഹം കാണാൻ പിന്നെ ഒരു വൈസ് ക്യാപ്റ്റൻ. അപ്പൊ സുധീരന്റെ ടീമിൽ അദ്ദേഹം ഇപ്പൊ ഇല്ല. പക്ഷെ സതീശൻ ബച്ചന് ഒരു പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് ആളെ അങ്ങോട്ട് നീങ്ങാം. അതുപോലെ തന്നെ ഇപ്പൊ നിലമ്പൂർ സീറ്റ് പ്രകാശനെ വെട്ടിയിട്ട് അവിടെ പിന്നെ ഷൗക്കത്തിന് കൊടുക്കുകയാണെങ്കിൽ പ്രകാശൻ എങ്ങോട്ട് പോകും? ഇങ്ങനെ കോൺഗ്രസിൽ രണ്ട് ഗ്രൂപ്പിൽ അസംതൃപ്തരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിൽ നമ്മളെ വേണുചേട്ടനൊക്കെ പെടും. ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട. ഇപ്പൊ പല കാര്യത്തിലും ചേട്ടനെ വെട്ടി എന്നുള്ള അഭിപ്രായം ചേട്ടൻ ഉള്ളിലുണ്ട്, ഇപ്പം പറയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇവരുടെ എല്ലാം ഒരു ആലിയും പോയിന്റ് ആയിട്ട് ഒരു ടീം സുധീരൻ ഉണ്ടായി വരികയാണ്. അതിന്റെ ആ ടീം സുധീരൻ പേടിക്കണം. 1-1.5 വെട്ട അന്ന് ജോസഫ് എന്നുള്ള പ്രശ്നമുള്ള പ്രായ ആധിക്യമുള്ള ആളുടെ വീട്ടിൽ മീറ്റിംഗ് കൊടുക്കുന്നു. ചെറുപ്പക്കാരൻ ഇവനെ വെച്ചെടുക്കുന്നു, പ്രതാപനെ വെച്ചെടുക്കുന്നു എന്ന് പ്രതാപം പറയുന്നത് ഞാൻ വിട്ടുകഴിഞ്ഞിരിക്കുന്നു. ഇതിന് മൂപ്പർ അടുത്ത കമന്റ് ഇതൊരു മാതൃകയാണ്. VS-നാണ് ഉദ്ദേശമെങ്കിലും ഉദ്ദേശം ആരാ? ഉമ്മൻചാണ്ടിനെയും ജോസഫിനെയും. ആ വിഷയം നമുക്ക് ഇടവേളയിൽ വിശദമായി ചർച്ച ചെയ്യേണ്ടതുള്ളതുകൊണ്ട് വേണുമോഹൻ, ഫക്രുദ്ദീൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എന്താ കൊതിക്കറവ് എന്നല്ലല്ലോ ഉണ്ടെന്നോ വേണുമോഹന്? അല്ല, കൊതിക്കറവല്ല, വിഷമങ്ങളുണ്ട്. ഉള്ളിൽ വിഷമങ്ങൾ സൂക്ഷിക്കുമ്പോഴും വേണുമോഹൻ, ഡോക്ടർ വേണുമോഹൻ, ഞാൻ അങ്ങനെ സംബോധന ചെയ്യട്ടെ, അങ്ങനെ പറയുന്ന ഡോക്ടർ വേണുമോഹനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു വിഷയത്തിൽ ശരിയും തെറ്റുമില്ല, പൊളിറ്റിക്സിൽ ശരിയേ ഉള്ളൂ. ആ ശരി VM സുധീരൻ തിരിച്ചറിയപ്പെടുന്നുണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ തെറ്റിന്റെ ഭാഗത്താണെങ്കിൽ താങ്കൾക്കും വേണ്ട ഒരു നിലപാട് ഡോക്ടർ വേണുമോഹൻ? ഇല്ലേ, ഞാൻ പ്രദീപിനോട് ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ. ഇടയ്ക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകണ്ടാണ്. ഞാനും ഒരു പക്കാ രാഷ്ട്രീയ പ്രവർത്തന ഒരു കാലത്ത് എന്നെ അക്കാഡമിക്